ജപ്പാനിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമായി ഇസ്ലാം മതത്തെ കണക്കാക്കപ്പെടുന്നു. 80 വർഷം മുമ്പ് 600 മുസ്ലിങ്ങൾ മാത്രമേ ജപ്പാനിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 2,30,000-ഓളം മുസ്ലിങ്ങൾ ജപ്പാനിൽ താമസിക്കുന്നു. ധാരാളമായി മുസ്ലിങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയാണ് മുസ്ലിം ജനസംഖ്യയിൽ ഇത്ര വലിയ വർധനവുണ്ടായിട്ടുള്ളത്. ജപ്പാനിലെ മുസ്ലിങ്ങളിൽ 90% വിദേശികളാണ്. ബാക്കിയുള്ളവർ മതപരിവർത്തനം ചെയ്ത് ഇസ്ലാം മതം സ്വീകരിച്ച ജപ്പാൻകാരാണ്. കൂടുതലും കല്യാണാവശ്യത്തിനു വേണ്ടി പെൺകുട്ടികളാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പണ്ടുകാലത്ത് ജപ്പാൻകാർക്ക് ഇസ്ലാം മതവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പൂർവേഷ്യൻ രാജ്യങ്ങളുമായി സമ്പർക്കം വന്നപ്പോഴാണ് ഇസ്ലാം മതവുമായി ജപ്പാന് ബന്ധം വന്നത്. 70 വർഷം മുമ്പ് ജപ്പാനിൽ ആദ്യത്തെ ഇസ്ലാമിക സംഘടന ഉണ്ടാക്കുകയും ഗവൺമെന്റ് അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ജപ്പാനിൽ നിന്ന് പതിവായി ഹജ്ജ് തീർത്ഥാടനത്തിന് ഒരു ടീം എല്ലാ വർഷവും വരാറുണ്ട്. അൽ ജസീറ ചാനൽ ജപ്പാനിലെ ഹാജിമാരെക്കുറിച്ച് ഒരു പ്രത്യേക ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്നു. റോഡ് ടു ഹജ്ജ് ജപ്പാൻ എന്നാണ് ഈ പരിപാടിയുടെ പേര്. ഇപ്പോൾ ജപ്പാനിലെ പല സർവകലാശാലകളിലും മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായ സംഘടനകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അഭയാർത്ഥികളെ സ്വീകരിക്കുവാൻ ജപ്പാന് താല്പര്യം കുറവാണെങ്കിലും ചെറിയൊരെണ്ണം മുസ്ലിം അഭയാർത്ഥികളെ ജപ്പാൻ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതലും ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ജപ്പാനിൽ കുടിയേറ്റക്കാർ എത്തിയിട്ടുള്ളത്. ജപ്പാനിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കോബി നഗരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനു പുറമെ 50ഓളം ചെറിയ പള്ളികളും ജപ്പാനിലുണ്ട്. ജപ്പാനിലെ ഏറ്റവും വലിയ പള്ളി ടോക്കിയോ നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പല മുസ്ലിം പള്ളികളും ഉണ്ടാക്കിയിട്ടുള്ളത് ബഹുനില കെട്ടിടങ്ങളുടെ 2ാം നിലയിലാണ്. ഇത്തരം കെട്ടിടങ്ങളുടെ 1ാം നിലയിലാണ് ഹലാൽ ഷോപ്പ് പോലെ മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. പണ്ടുകാലത്ത് സാമ്പത്തിക അഭിവൃദ്ധിയുടെ പര്യായമായിരുന്ന ജപ്പാൻ അടുത്ത കാലത്തായി സാമ്പത്തികമായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പവും ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം ലഭ്യമല്ലാത്തത് കൊണ്ടുമാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 6100 ആളുകൾ ജപ്പാനിൽ താമസിക്കുന്നു. കേരളത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 800 ആളുകളാണ് താമസിക്കുന്നത്. കേരളത്തിലെ ജനസാന്ദ്രത തന്നെ വളരെ ഉയർന്ന നിലയിൽ ആയതുകൊണ്ട് ജപ്പാനിലെ ജനസാന്ദ്രത ഭീകരമായ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. ജനസാന്ദ്രത കൂടിയതുകൊണ്ട് ജപ്പാനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോട്ടൽ മുറികൾക്ക് 40,000 ഇന്ത്യൻ രൂപയിലധികം കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ചെറുകിട ബിസിനസ്സുകാർ ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ മടിക്കുന്നു. ടൂറിസ്റ്റുകൾ ജപ്പാനിൽ വരുമ്പോൾ ഒരു കിടക്കയുടെ വലുപ്പമുള്ള ഹോട്ടൽ മുറി പോലും താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ക്യാപ്സ്യൂൾ ഹോട്ടലുകളിൽ താമസിക്കുവാൻ നിർബന്ധിതരാകുന്നു. ടെലിവിഷനും എയർ കണ്ടീഷനുമുള്ള ഒരു ക്യാപ്സ്യൂൾ ഹോട്ടലിന് 3000 ഇന്ത്യൻ രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. എങ്കിലും എഴുന്നേറ്റ് ഇരിക്കുവാനോ നടക്കുവാനോ ഉള്ള സൗകര്യം ക്യാപ്സ്യൂൾ ഹോട്ടലുകളിൽ ഉണ്ടാവുകയില്ല. എപ്പോഴും കിടന്നുകൊണ്ട് ടെലിവിഷൻ വാച്ച് ചെയ്യേണ്ട അവസ്ഥയാണ് ക്യാപ്സ്യൂൾ ഹോട്ടൽ എടുത്താൽ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ജപ്പാനിൽ പോകാൻ മടിക്കുന്നു. എങ്കിലും 28,000-ഓളം ഇന്ത്യക്കാർ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജപ്പാനിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 8 മണിക്കൂർ ജോലി ചെയ്താൽ 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും എന്ന അന്താരാഷ്ട്ര മാനദണ്ഡം ഇപ്പോൾ തന്നെ പാലിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ജപ്പാനിൽ 15 മണിക്കൂറെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. അതിനു പുറമെ ഭാഷാ പ്രശ്നവും വളരെ കൂടുതലാണ്. ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ അപൂർവമാണ് ജപ്പാനിൽ. എല്ലാ സ്ഥലങ്ങളിലും ഇംഗ്ലീഷിൽ ബോർഡുകൾ എഴുതി വെക്കാറില്ല. അതുകൊണ്ട് ദിക്കറിയാതെ നട്ടം തിരിയുകയാണ് പല വിദേശ ടൂറിസ്റ്റുകളും. വിദേശികളോട് അനുകൂലമായ നിലപാട് ജപ്പാൻകാർക്ക് തീരെയില്ല. വിദേശികളെ ജോലിക്കെടുക്കുവാനുള്ള മടി കൊണ്ട് പലപ്പോഴും റോബോട്ടുകളെയാണ് അവർ ജോലിക്ക് വെക്കുന്നത്. റെസ്റ്റോറൻറ്റുകളിലും ഫാക്ടറികളിലും ആശുപത്രികളിലും വ്യാപകമായി റോബോട്ടുകളെ ഉപയോഗപ്പെടുത്തുന്നു. എങ്കിലും മനുഷ്യരെ ജോലിക്ക് വെക്കുന്ന അത്ര എഫിഷ്യൻസി റോബോട്ടുകളെ വെച്ചാൽ കിട്ടുകയില്ല. ജപ്പാൻ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ദ്വീപ് സംസ്കാരം ഇവർക്കുണ്ട്. വിദേശികളുമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രയാസം ജപ്പാൻകാരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്.
അതുമാത്രമല്ല, യന്ത്രങ്ങളുമായി അമിതമായി ഇടപഴകുന്ന ഒരു സ്വഭാവം ജപ്പാൻകാർക്കുണ്ട്. 24 മണിക്കൂറും മൊബൈൽ ഫോണിന്റെ അടിമയായി ജീവിക്കുന്നവരാണ് ജപ്പാൻകാർ. അതുപോലെ പലതരത്തിലുള്ള യന്ത്രങ്ങളെയും അവർ പ്രിയപ്പെട്ട കൂട്ടുകാരാക്കി മാറ്റിയിട്ടുണ്ട്. വീട്ടുവാടക കൂടുതലായതുകൊണ്ട് സ്ഥിരമായി സൈബർ കഫേകളിൽ താമസിക്കുന്ന ജപ്പാൻകാരെയും കാണാൻ പറ്റും. BBC ഇത്തരം ആളുകളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയിരുന്നു. സൈബർ കഫേകളിൽ ഭക്ഷണം കഴിക്കുവാനും ഉറങ്ങുവാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാനുള്ള ഒരു മാർഗമായി ഇത് ജപ്പാൻകാർ കണക്കാക്കുന്നു. റോബോട്ടുകളുടെ ജീവിതവും ജപ്പാൻകാരുടെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന അവസ്ഥയാണുള്ളത്. വിദേശികൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് പകരം അവർക്ക് വർക്ക് പെർമിറ്റ് മാത്രം കൊടുക്കുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ രീതിയാണ് ജപ്പാൻ ഫോളോ ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ വിദേശികളെ മനുഷ്യരായി കണക്കാക്കുവാൻ ജപ്പാൻകാർ തയ്യാറാവുന്നില്ല. ജപ്പാനിലെ പല വീടുകളും ഒരു കിടക്കയോളം മാത്രം വലുപ്പമുള്ളതും അടുക്കളയും ടോയ്ലറ്റും വേണ്ടത്ര സൗകര്യമില്ലാത്തതുമാണ്. കല്യാണം കഴിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടത്ര പ്രൈവസി ലഭിക്കുവാൻ ഇത്തരം ചെറിയ വീടുകളിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ജപ്പാനിൽ സെക്സ് ഹോട്ടലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കപ്പിൾസിന് വേണ്ടി വാടക കൊടുക്കുന്ന ഹോട്ടലുകൾ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത ഇത്തരം ഹോട്ടലുകൾ കാമുകന്മാർ മാത്രമല്ല, സ്ഥലക്കുറവ് മൂലം കല്യാണം കഴിച്ചവരും ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് ജപ്പാന്റെ ജനസംഖ്യയിൽ 26 ലക്ഷത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 12 കോടി ജനങ്ങളാണ് ജപ്പാനിലുള്ളത്. ഏതാനും വർഷം കഴിയുമ്പോൾ അത് 5 കോടിയായി കുറയുമെന്ന് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കുന്നു. അതിന് കാരണം ജപ്പാനിൽ ഒരു വർഷം 8 ലക്ഷം കുട്ടികൾ മാത്രമേ ജനിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പല പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ജീവിത ചെലവ് കൂടുതലായതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസമായിരിക്കും എന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. 25% പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നില്ല എന്ന് കണക്കുകൾ കാണിക്കുന്നു. പുരുഷന്മാർക്കിടയിൽ കല്യാണം കഴിക്കാത്തവരുടെ എണ്ണം അതിലും കൂടുതലാണ്. അതുപോലെ വൃദ്ധന്മാരുടെ എണ്ണം ജപ്പാനിൽ കൂടി വരികയാണ്. ജനസംഖ്യയുടെ 30% വൃദ്ധന്മാരാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ ജപ്പാൻ നിർബന്ധിതരാകുന്നുവെങ്കിലും അവർ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. വിദേശത്തു നിന്നും ചെറുപ്പക്കാരായ തൊഴിലാളികളെ എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാവുമെങ്കിലും സാംസ്കാരികമായ ഇത്തരം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുവാൻ ജപ്പാനിലെ ആളുകൾ തയ്യാറല്ല. അതുകൊണ്ട് നാട്ടുകാർ തന്നെ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാനാണ് ജാപ്പാനീസ് ഗവൺമെന്റിന്റെ പോളിസി. കുട്ടികളെ നോക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനും സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. എങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ ഇപ്പോഴും മുന്നോട്ട് വരുന്നില്ല. ജപ്പാന്റെ അയൽരാജ്യങ്ങളായ ചൈനയിലും ദക്ഷിണ കൊറിയയിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്.